2025 ജൂൺ എക്സാം രജിസ്റ്റർ ചെയ്തിട്ട് പേയ്മെന്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പലർക്കും പല പേയ്മെന്റ് എററുകളും കാണിക്കുന്നുണ്ട്. പലർക്കും എക്സാം പേയ്മെന്റ് ചെയ്തതിന്റെ ഫീസ് സ്ലിപ്പ് കിട്ടുന്നില്ല, ഡൗൺ ആകാൻ കഴിയുന്നില്ല. ചിലർക്ക് സ്റ്റാറ്റസ് എററായി കാണിക്കുന്നു, കൺഫർമേഷൻ ഒന്നും വരുന്നില്ല എന്നുള്ള പല പരാതി ഇഷ്യൂകൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഇഗ്നോയുടെ സ്റ്റുഡൻസ് പോർട്ടലായ സമർത്ഥിൽ ഒന്ന് ലോഗിൻ ചെയ്യുക. എന്നിട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഇവിടെ മെനു എന്നുള്ള ഓപ്ഷൻ ഏറ്റവും താഴെ അയക്കാണ്ട് പേയ്മെന്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മൈ പേയ്മെന്റ് ഓപ്ഷൻ കാണും. അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ എത്രത്തോളം ട്രാൻസാക്ഷൻ ട്രൈ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ കണ്ടില്ല, ഇപ്പൊ ഇവിടെ ഞാൻ 5 ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. ചിലത് ഫെയിൽ ആയിട്ടുണ്ട്, ചിലത് പെയ്ഡ് സക്സസ് ക്യാപ്ചേർഡ് ആയിട്ടുണ്ട്. ഇവിടെ ചിലർക്ക് എറർ എന്ന് കാണിക്കും, ചിലർക്ക് ഡ്രാഫ്റ്റ് എന്ന് കാണിക്കും. അങ്ങനെ പല സാഹചര്യങ്ങളും വരും. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്ത് തൊട്ടുടനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പേയ്മെന്റ് ചെയ്ത ശേഷം എന്തായാലും ചെക്ക് ചെയ്യണം. സ്ലിപ്പ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇതിങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, ഫെയിലിയർ ആണ്, എറർ ആണ്, ഡ്രാഫ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ചെക്ക് പേയ്മെന്റ് സ്റ്റാറ്റസ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുത്ത് വിടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആദ്യ സ്റ്റെപ്പ് അതാണ്. ഇനി അതിൽ നിങ്ങൾ സക്സസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ചെയ്യേണ്ടത് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. ഒരു 5 to 4 hours എന്താവുക, നിങ്ങൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യണം. ചിലപ്പോൾ ടൈമിംഗ് പ്രൊസീജിയേഴ്സ് ടൈം എടുക്കും. ആ ടൈം നിങ്ങൾ കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ആ സെക്കൻഡ് സ്റ്റെപ്പ് വെയിറ്റ് ചെയ്തതിനു ശേഷവും നിങ്ങൾ കഴിഞ്ഞു. നിങ്ങൾ തേർഡ് സ്റ്റെപ്പ് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ എന്താണ് ഇഗ്നോയിലേക്ക് ഒരു മെസ്സേജ് അയക്കണം, ഒരു മെയിൽ അയക്കണം. ആ മെയിലിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അത് അതുപോലെ തന്നെ നിങ്ങൾ അത് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ കൊടുക്കുന്ന ആ ഇഗ്നോയുടെ മെയിലിലേക്ക് നിങ്ങൾ ജസ്റ്റ് മെയിൽ ചെയ്ത് മെസ്സേജ് അയക്കുക. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അതിന്റെ റെസ്പോണ്ട് എങ്ങനെയാന്ന് വെച്ചാൽ, ചിലപ്പോൾ നിങ്ങളുടെ സമർത്ഥന നിങ്ങൾ ഇടയ്ക്ക് അത് കൊടുത്തതിന് ശേഷം 1-2 ദിവസം വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് റീപ്ലൈ തരും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നേരെ സമർത്ഥന്റെ പോർട്ടലിൽ തന്നെ അത് പ്രൊസീജ് ചെയ്ത് സക്സസ് ആയി എന്നുള്ള നിലക്കൈക്കാരം വരിക. ചിലപ്പോൾ നിങ്ങൾക്ക് റീപ്ലൈ കിട്ടൂല. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ കാര്യങ്ങളൊക്കെ റീപ്ലൈ തന്നിട്ട് സക്സസ് ആയി എന്നുള്ള റീപ്ലൈ ഒക്കെ കൃത്യമായി അവരിൽ നിന്ന് ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മെയിൽ ചെയ്തതിന് ശേഷം 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ മെയിൽ ചെക്ക് ചെയ്യുക, നിങ്ങളുടെ സ്റ്റുഡൻസ് പോർട്ടൽ ചെക്ക് ചെയ്യുക, ഒക്കെ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. പിന്നെ നിങ്ങൾ ഇതിലൊക്കെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഡബിൾ പേയ്മെന്റ് ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ പേയ്മെന്റ് ഫെയിലായി എന്നെങ്കിൽ നിങ്ങൾക്ക് കാശ് നഷ്ടം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. നിങ്ങളുടെ പേയ്മെന്റ് ഫെയിലായി അല്ലെങ്കിൽ എററായി ഡ്രാഫ്റ്റ് ആയി എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഡബിൾ പേയ്മെന്റ് ചെയ്യരുത്. അത് നിങ്ങൾക്ക് വളരെ ഭയങ്കര ഫെയിലിയർ ആയിരിക്കും. നിങ്ങൾക്ക് ഭയങ്കര കാശ് നഷ്ടമുള്ളൊരു രീതിയായിരിക്കും അത്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ തീരെ നിങ്ങൾക്ക് റീപ്ലൈ കാര്യങ്ങൾ ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാമിനെ മുൻനിർത്തി നിങ്ങൾ എന്താവാം, ചിലപ്പോൾ നിർഭാഗ്യവശാൽ ഡബിൾ പേയ്മെന്റ് ചെയ്യേണ്ടി വന്നേക്കാം. അതൊക്കെ ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് എടുക്കേണ്ടത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്തായാലും ശ്രദ്ധിക്കണം. പിന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൃത്യമായി കൊടുക്കുന്നുണ്ട്. മെയിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഏത് മെയിലിലേക്കാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഒരിക്കലും പെട്ടെന്ന് എടുത്ത് ഉടനെ തന്നെ ഡബിൾ പേയ്മെന്റ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത്, അത് ശ്രദ്ധിക്കണം. പിന്നെ ഇഗ്നോന്റെ എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ വാട്സപ്പ് ചാനൽ ഉണ്ട്, അതുപോലെ തന്നെ ഈ യൂട്യൂബ് ചാനൽ കൃത്യമായി വരും, അതിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ ഇഗ്നോ മാഹിറുമായി കൃത്യമായി ഓരോ നോട്ടിഫിക്കേഷൻ, ഓരോ അപ്ഡേറ്റ്സും നിങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കുക. എല്ലാവിധ രജിസ്ട്രേഷൻസും ഇഗ്നോ റിലേറ്റഡ് എല്ലാ സർവീസും നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഓക്കെ, എല്ലാം കൃത്യമായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കും. അതിനനുസരിച്ച് മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്.